ബഹുമാന്യരും സ്നേഹനിധികളുമായ മടക്കര എന്ന് പറയുന്ന ഈ പ്രദേശത്തെ മാന്യരായ നാട്ടുകാരെ, ആദരണീയനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, എന്റെ സുഹൃത്ത്, സ്വാഗത ഭാഷണം നിർവഹിച്ച ബഹുമാന്യ സുഹൃത്ത് ഇക്ബാൽ, ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സജീവരും ശക്തരുമായ പ്രവർത്തകന്മാരെ, സുഹൈൽ മുസ്ലിയാരുടെ സംസാരം കേട്ട് തെറ്റിദ്ധരിച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാരത്തെ യഥാവിധം ചർച്ച ചെയ്യുവാനും ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നും ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി, വിശദീകരിക്കുവാൻ വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക വേദി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സർവസ്തുതിയും അർപ്പിക്കുകയാണ്. ഇന്നലെയായിരുന്നു ഈ വേദിയിൽ വച്ച് ഇത്തരത്തിലുള്ളൊരു സംസാരം നടത്തേണ്ടിയിരുന്നത്. എനിക്ക് നിർബന്ധമായും പോവേണ്ടി വന്ന ഒരു മരണം എന്റെ കുടുംബത്തിൽ സംഭവിച്ചതുകൊണ്ട് ഇന്നലത്തെ പ്രോഗ്രാം ഇന്നത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നതാണ്. നിയമപാലകരെ സമീപിച്ച് ഇന്നലെ നടത്താൻ തീരുമാനിച്ച പ്രോഗ്രാം സാങ്കേതിക കാരണങ്ങളാൽ നടത്താൻ പറ്റാതെ വന്നിരിക്കുകയും അത് 31-ാം തീയതിയിലേക്ക് മാറ്റിത്തരണമെന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഈ ദിവസത്തേക്ക് പെർമിഷൻ അനുവദിച്ചു തരികയും ചെയ്ത നിയമപാലകർക്ക് ആദ്യമായി പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. മടക്കരയിൽ ഇതാണോ സുന്നത്ത് ജമാഅത്ത് എന്ന വിഷയത്തിൽ ഒന്നാമത്തെ ഖണ്ഡനം നടത്തുവാനുള്ള അവസരം ലഭിച്ചു. മറുപടി പറയാനെന്ന പേരിൽ എത്തിയ സുഹൈൽ മുസ്ലിയാര്, ഞാൻ 6 കൊല്ലവും 8 കൊല്ലവുമൊക്കെ മർക്കസിൽ കിതാബ് ഓതി പഠിച്ചവനാണ് എന്ന് ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറയുന്നുണ്ട്. സംസാരം ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചപ്പോ 6-8 കൊല്ലം മർക്കസിൽ എന്തിനാണ് പോയത് എന്ന ചോദ്യമാണ് ആകത്തുകയായി ലഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് ചർച്ച ചെയ്യാനിരിക്കുകയാണ്. ഞാൻ സംസാരിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയാനെന്ന നിലക്കാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഖണ്ഡനം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ചില ഹദീസുകളൊക്കെ കാണാതെ പഠിച്ചു വന്ന്, ചില ആയത്തുകളൊക്കെ മനഃപ്പാടമാക്കി വന്ന് മുജാഹിദ് സെന്ററിൽ നിന്ന് ലഭിച്ച കുറിപ്പ് പ്രകാരമാണ് സംസാരിക്കുന്നത്. ഞാനോ സുഹൈൽ മുസ്ലിയാരോ കിതാബൊക്കെ ഉദ്ധരിച്ച് വലിയ പണ്ഡിതനായി ചമഞ്ഞ് വാരത്തൊക്കെ ഹുസൈൻ സലഫിയെ വെല്ലുവിളിച്ച് ഹുസൈൻ സലഫി വരെ വെല്ലുവിളി സ്വീകരിക്കാതെ പോയ കേരളത്തിൽ അറിയപ്പെടുന്ന വലിയൊരു പണ്ഡിതനായി സ്വയം ചമഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംസാരം ആരംഭിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
കേരള നദവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിന്റെ യുവജന ഘടകമാകുന്ന ISMന്റെ ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. ആ പ്രവർത്തകൻ എന്ന നിലക്ക് എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുക എന്നത് അസാധ്യമാണ്. വളരെ ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ യുവജന ഘടകമാകുന്ന ISMന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് കൃത്യമായി, സുതാര്യമായി, സുവ്യക്തമായി തന്നെയാണ് ഞാൻ കാര്യങ്ങളെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വിശദീകരിച്ചതൊക്കെ സുഹൈൽ മുസ്ലിയാരുടെ കർണപുടങ്ങളിൽ ചെന്നടിക്കുകയും അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് അത് കയറി ചെല്ലുകയും ചെയ്തിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, അയാൾ 1, 2, 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനൊക്കെ മറുപടി ഈ കിതാബിലുണ്ട്, എന്റെ ബാഗിലുണ്ട്, അതുപോലെ തന്നെ ലൈബ്രറിയിലുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. പിന്നെ എന്തിനാ ഖണ്ഡനം നടത്താൻ വന്നത്? അതിനൊക്കെ മറുപടി മൂപ്പര് കൊണ്ടുവന്ന കിതാബിലുണ്ട്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള, അദ്ദേഹം ഉപയോഗിക്കുന്ന ബാഗിലോ പെട്ടിയിലോ വെച്ച കിതാബിലുണ്ട്, ലൈബ്രറിയിലുണ്ട്, അതേപോലെയുള്ള സ്ഥാപനങ്ങളിലുണ്ട്. അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പറയാത്തതിന്റെ കാരണം ഷമീർ മുണ്ടേരി എന്ന് പറയുന്ന മുണ്ടേരിക്കാരൻ പ്രസംഗിച്ചു പോയതിന് മറുപടി ഞാൻ പറഞ്ഞിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഖണ്ഡനം എന്ന നിലക്ക് പിന്നെ വെക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഷമീർ മുണ്ടേരി സംസാരിച്ചതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന് മറുപടിയായി ശിഹാബ് എടക്കര എന്ന് പറയുന്ന ഞാനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഖണ്ഡനം? എനിക്ക് മറുപടി പറയേണ്ട ആവശ്യത്തിനില്ല എന്ന് പറഞ്ഞാൽ പോലെ. എങ്കിൽ പിന്നെ എന്റെ പരാമർശങ്ങൾ എന്തിനാ പിന്നെ പ്രസംഗത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിച്ചത്? എന്റെ ക്ലിപ്പ് ഉപയോഗിച്ചത് എന്തിനാ? അദ്ദേഹത്തിന് മറുപടി പറയുന്നില്ല എന്ന് പറയുകയും പിന്നെ എന്റേതായ ക്ലിപ്പുകൾ ഉപയോഗിക്കുകയും എന്റെ പരാമർശങ്ങളെ ഖണ്ഡിക്കാൻ ശ്രമിക്കുകയും ചെയ്തതെന്തിനാ? ഇവിടെ സുഹൈൽ മുസ്ലിയാർക്ക് മറുപടി പറയാൻ തന്നെയാണ് ഞാൻ വന്നത്. മറുപടി പറയുകയും ചെയ്യും. ആ മറുപടി അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കും. അതിനപ്പുറം നിങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള, നിങ്ങൾ എഴുതിവിട്ടിട്ടുള്ള നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്ന്, മാസികകളിൽ നിന്ന് അതിനെ ഖണ്ഡിക്കുവാൻ പറ്റിയിട്ടുള്ള വാക്കുകളും വചനങ്ങളും എടുത്തുദ്ധരിക്കും. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കിനും മറുപടി പറയേണ്ട ആവശ്യമില്ല. 2 ദിവസം നടത്തിയ പ്രസംഗത്തിൽ ആദ്യത്തെ ദിവസമാണ് കുറെ ക്ലിപ്പുകളൊക്കെ കാണിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് ആളുകൾക്ക് മുമ്പാകെ വലിയൊരു പണ്ഡിതനായി ചമഞ്ഞ് ഹുസൈൻ സലഫി വരെ അദ്ദേഹത്തിന്റെ വെല്ലുവിളിയെ പേടിച്ചുകൊണ്ട് പിന്നെ വരാതെ പോയ വലിയൊരു പണ്ഡിതനായി അഭിനയിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. പാണ്ഡിത്യത്തിന്റെ അളവ് അതൊക്കെ സ്വയം നിശ്ചയിക്കേണ്ടതാണ്. അത് അളന്ന് കണക്കാക്കുവാനോ അതിനെ ചോദ്യം ചെയ്യുവാനോ ഒന്നും ഞാൻ തയ്യാറാകുന്നില്ല. ഇവിടെ ജനങ്ങൾക്ക് മുമ്പാകെ വിഷയം പഠിപ്പിക്കണം. ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ അബദ്ധമുണ്ടെങ്കിൽ അബദ്ധമാണെന്ന് പറയണം. വഹാബി മതമെന്ന് ഹെഡിങ് വെച്ചുകൊണ്ട് ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രഭാഷകന്മാരുടെ വാക്കുകളെ അടർത്തിയെടുത്ത് ചില ഭാഗങ്ങൾ മാത്രം കേൾപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എവിടെയാണ് കേൾപ്പിച്ചത്, അതിന്റെ യഥാർത്ഥ രൂപം എന്താണ് എന്ന് നിങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ആധുനിക യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കും. കാര്യമായി അദ്ദേഹം ആദ്യമായി തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ സ്രഷ്ടാവായ റബ്ബിനെ പരിഹസിക്കുക എന്നതാണ്. അള്ളാഹുവിനെ കളിയാക്കുക. റബ്ബിനെ കളിയാക്കുന്ന ഒരാൾക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രഭാഷകന്മാരെയും പണ്ഡിതന്മാരെയും മറ്റേതെങ്കിലും തരത്തിലുള്ള കിതാബുകളെയും പരിഹസിക്കുക, അപമാനിക്കുക എന്നത് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. റബ്ബിനെ വരെ പരിഹസിക്കുന്നുണ്ട്.
എന്നിട്ട് പരിഹസിക്കുന്നത് ആരാണെന്ന് വരുത്തി തീർക്കുന്നു. മുജാഹിദിന്റെ അല്ലാഹ്. ഞാൻ കാണിച്ചു തരാം ആരുടെ അള്ളയാണ് ഈ പറയപ്പെട്ട രീതിയിലൊക്കെ ഉള്ളത് എന്ന്, ആരൊക്കെയാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത് എന്ന്. മുജാഹിദിന് മാത്രമൊരു പ്രത്യേക അല്ല. അതാണ് വഹാബി മതം നോട്ടീസ് കൊണ്ടുപോയി കൊടുത്തപ്പോ ചില ആളുകളൊക്കെ ചോദിച്ചു, ചില വീട്ടുകാരൊക്കെ ചോദിച്ചു, എന്താണ് ഈ വഹാബി മതം? അങ്ങനെ എന്റെ സംസാരം കേൾക്കുന്നവരുണ്ടെങ്കിൽ, സുഹൈൽ മുസ്ലിയാർ പറയാ, എന്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോ ബോധ്യമാകും എന്താണ് വഹാബി മതം. ഞാൻ പറയാൻ പോവുക. അതിനാദ്യമായി അദ്ദേഹം എടുത്ത കുതന്ത്രം അള്ളാഹുവിനെ പരിഹസിക്കുക എന്നതാണ്. അള്ളാഹുവിനെ കളിയാക്കുക. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് മുജാഹിദുകൾ, അള്ളാഹ് കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട് മുജാഹിദുകൾ, അള്ളാഹുവിന്റെ കയ്യിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ കാലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതേ അള്ളാഹുവിന്റെ കണ്ണുകളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നാടന്മാരായ ചില മനുഷ്യന്മാരെ വഞ്ചിതരാക്കുവാൻ വേണ്ടി, കബളിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ആദ്യമായി എടുത്ത തന്ത്രം അള്ളാഹുവിനെ പ്രത്യേകമായ രൂപത്തിൽ ഒരു വഹാബി മൗലവി അങ്ങാടിയിലൂടെ നടന്നു പോകുന്നത് പോലെ അവരുടെ അല്ല ഒരു കാലത്ത് നടന്നു വന്നേക്കാമെന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് മുജാഹിദുകൾക്ക് വേറൊരു അള്ളയാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള വലിയ പണ്ഡിതനായി ചമയാൻ ശ്രമിക്കുന്ന സുഹൈൽ മുസ്ലിയാരുടെ രംഗമാണ് പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗമായി കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിച്ചത് അല്ലേ? എങ്കിൽ ആദ്യം അള്ളാഹുവിനെ അദ്ദേഹം പരിഹസിക്കുന്ന രൂപം, സമയത്തിന്റെ ആ കൃത്യനിഷ്ഠ പാലിക്കുവാൻ വേണ്ടി ഏറെ വിശദീകരണങ്ങളില്ലാതെ പ്രസക്തമായ ഭാഗങ്ങളെ നിങ്ങളുടെ മുമ്പാകെ കേൾപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാ വിഷയങ്ങളിലേക്കും എത്തുവാനുള്ള പരിശ്രമമാണ് ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി അദ്ദേഹം പറയണം, എന്താ പറയുന്നത്? അള്ളാഹു ഇറങ്ങും എന്നതിനെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. മുജാഹിദുകൾ എങ്ങനെ പറഞ്ഞു എന്നത് ഇൻഷാ അല്ലാഹ് ആദ്യം അദ്ദേഹത്തിന്റെ നാവിലൂടെ തന്നെ കേട്ടിട്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അന്ന് കേൾപ്പിച്ചു കൊടുത്തോളൂ. രാത്രിയുടെ 1/3 ഭാഗം അല്ലാഹു തആല ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമ്പോഴും അല്ലാഹുക്ക് കയ്യും കാലും വന്നല്ലോ. അപ്പൊ അല്ലാഹുവിനെ ഇറങ്ങി വരാം. വിശ്വാസം മുജാഹിദേ, നിങ്ങളെ വിശ്വാസമായ പറയുന്നത്. ഹുസൈൻ സലഫി പ്രസംഗിക്കുന്നുണ്ട്. എന്താ പ്രസംഗിക്കുന്നത്? രാത്രിയുടെ 1/3 ഭാഗമായാൽ അല്ലാഹു ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നതായേക്ക്. ആ ക്ലിപ്പിംഗ് വെച്ചു കൊടുത്തോ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. കണ്ടോ? അല്ലാഹു തആല എല്ലാ രാത്രിയിലും ആകാശത്തേക്ക് ഇറങ്ങി വരുമോ? അപ്പൊ ഏത് സ്ഥലത്തേക്ക് വരിക? നമുക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അള്ളാഹുവിനെ പരിചയപ്പെടാനാണ്. ഇന്ത്യയിലോ അമേരിക്കയിലോ? ഇവിടെ രാത്രിയാണ്, അവിടെ പകലാണ്. അവിടെ പകലാണ്, ഇവിടെ രാത്രിയാണ്. അപ്പൊ ഏത് സ്ഥലത്താ രാത്രി ഇറങ്ങാ? അല്ല ചോദിക്കണല്ലോ. അപ്പൊ അത് രണ്ടായേ. രാത്രിയുടെ പകുതിയിൽ അള്ള ഇറങ്ങാന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ഥലത്ത് ലോകത്ത് മുഴുവനും രാത്രി ഒരു രാത്രിയല്ലല്ലോ. ഒരു സ്ഥലത്ത് രാത്രി മറ്റു സ്ഥലത്ത് പകലായിരിക്കും. അപ്പൊ ഇന്ത്യയിലും ഇറങ്ങാം, അമേരിക്കയിലും ഇറങ്ങാം. മൗലവി പറയണോ? സഹോദരങ്ങളെ, അമേരിക്കയിൽ വേറെ രാത്രിയാണ്, മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ രാത്രികളിൽ മണിക്കൂറുകളിൽ വരുന്നുണ്ട്. വലിയൊരു ശാസ്ത്രീയമായ ഒരു അറിവൊക്കെ എനിക്കുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി വലിയൊരു കാര്യമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ പേരോടൊക്കെ കുറെ തവണ പറഞ്ഞ് ഒഴിവാക്കിയത് ആ ചണ്ടിയൊക്കെ എടുത്തിട്ടാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഭാഗത്തേക്ക് ഞാൻ വരും. കുറെ കാര്യങ്ങള് ഇവരുടെ തലമുത്തപ്പന്മാരായ നേതാക്കന്മാരൊക്കെ എടുത്തുദ്ധരിച്ച് രക്ഷയില്ലെന്ന് കണ്ട ഒരു ചില വേസ്റ്റുകളുമായിട്ടാണ് ആര് സുഹൈൽ മുസ്ലിയാർ മടക്കര എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലേക്ക്, അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ആളുകളെ പിടിച്ചു നിർത്തുവാനുള്ള ചില കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് അല്ലേ? അപ്പൊ അമേരിക്കയിൽ വേറെ രാത്രിയാണ്, അതേപോലെ വേറെ രാജ്യങ്ങളിൽ മണിക്കൂറുകളിൽ വ്യത്യാസമുണ്ട്. സൗദി അറേബ്യയിൽ മണിക്കൂറുകൾ നമ്മളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. UAE വ്യത്യാസമുണ്ട്. അപ്പോ സുഹൈൽ മുസ്ലിയാരെ ചോദിക്കുക, അള്ളാഹ് എപ്പോഴാ കയറുക? ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹ് എല്ലാ രാത്രിയും ഇറങ്ങുമെങ്കിൽ ഏത് സമയത്താണ് റബ്ബ് കയറിപ്പോവുക എന്നതാണ് സുഹൈൽ മുസ്ലിയാരുടെ ചോദ്യം. റബ്ബിനെ കളിയാക്കുന്നു എന്നതിന് മനസ്സിന്റെ ഉള്ളറകളിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായൊരു വിശ്വാസമില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള കളിയാക്കലുകൾ. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഇതൊരു മുജാഹിദിന്റെ വാദമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്.
അതാരും പറയാത്ത, സ്വഹാബത്ത് പഠിപ്പിക്കാത്ത, താബീങ്ങൾ പഠിപ്പിക്കാത്ത, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത, പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ പഠിപ്പിക്കാത്ത, ഹദീസിന്റെ ഗ്രന്ഥത്തിൽ പറയാത്ത ഒരു പുതിയ വാദമായിട്ടാണ് പാവപ്പെട്ട ജനങ്ങൾ അദ്ദേഹം കൽപ്പിക്കുന്നത്. മുജാഹിദുകൾ അല്ല ഇറങ്ങും, മുജാഹിദുകൾ അല്ല ഇറങ്ങും. അയാൾ സംശയമില്ല. അതിന് വേണമെങ്കിൽ ക്ലിപ്പാക്കിക്കോ. മുജാഹിദുകൾ വിശ്വസിക്കുന്ന അല്ല ഇറങ്ങും. നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലയോ? സുഹൈൽ മുസ്ലിയാർ വിശ്വസിക്കുന്ന അല്ലയോ? ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാ. ഈ വിഷയം കേരളത്തിന്റെ നാനാഭാഗത്ത് ഇവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെ തലമുത്തപ്പന്മാരായ നേതാക്കന്മാർ, പേരോടിനെ പോലെയുള്ള ആളുകൾ, അതേ മാലയക്കൽ സുലൈമാൻ സക്കാഫിയെ പോലെയുള്ള ആളുകൾ, അലബി സക്കാഫിയെ പോലെയുള്ള ആളുകൾ, ഒട്ടനവധി സക്കാഫിമാർ കേരളത്തിന്റെ നാനാതുറകളിൽ അള്ളാഹുവിന്റെ ഇറക്കത്തെ പരിഹസിച്ചു, അള്ളാഹുവിന്റെ കയറ്റത്തെ പരിഹസിച്ചു, അള്ളാഹുവിന്റെ കയ്യിനെ, അള്ളാഹുവിന്റെ കാലിനെ, അള്ളാഹുവിന്റെ കണ്ണിനെ, അങ്ങനെ പലതിനെയും എടുത്തുദ്ധരിച്ച് സുഹൈൽ മുസ്ലിയാർ എന്ന് പറയുന്നുണ്ട്. ചന്തിയുണ്ടപ്പോ, ഊരയുണ്ടപ്പോ എന്നൊക്കെ പറഞ്ഞ് ഏറെ വിശദീകരണം കൊടുത്തു. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ വ്യാഖ്യാനമാകുന്ന ഹദീസില് അള്ളാന്റെ കൈ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും, അതിനപ്പുറത്തേക്ക് പോവില്ല. ഇല്ല, ഒരിക്കലും പോവില്ല. അള്ളാഹുവിന്റെ കാലെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും, അതിനെ വിശദീകരിക്കാൻ പോവില്ല. കല്ലായി പാലത്തിന്റെ നീളമുണ്ടാകുമോ എന്ന് സക്കാഫി ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ വിരലുമായി ബന്ധപ്പെട്ട് ഹദീസിൽ വന്നത് അള്ളാഹുവിന്റെ വിരല് എന്ന് ഞങ്ങൾ പറയുമ്പോ അപ്പൊ ചോദിക്കാണ്, കല്ലായി പാലത്തിന്റെ നീളമുണ്ടാകുമോ? ഇങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ പരാമർശങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് റബ്ബിനെ കളിയാക്കിയതാരാ? സക്കാഫി കൂട്ടമാണ്. കാന്തപുരത്തിന്റെ ആ ചോറ് തിന്ന് വളർന്ന സക്കാഫിമാരാണ് ലോകത്തിന്റെ നാഥനായ റബ്ബിനെ കളിയാക്കിയത്, മുജാഹിദുകളല്ല. ഈ വിഷയം കേരളത്തിന്റെ നാനാ സ്ഥലങ്ങളിൽ പറഞ്ഞു, മുക്കുമൂലകളിൽ പറഞ്ഞു. ആ സമയത്ത് ഹനീഫ് കായക്കൊടിയും അതുപോലെ തന്നെ അനസ് മൗലവിയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഞങ്ങളെപ്പോലെയുള്ള പ്രഭാഷകന്മാരും ബഹുമാനായ ഹുസൈൻ സലഫിയും ഒക്കെ കൃത്യമായി അക്കമിട്ട് മറുപടി പറഞ്ഞു. അല്ല ഇറങ്ങും എന്ന് ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത്, ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ പറഞ്ഞത്, അല്ല മനുഷ്യർക്കിടയിൽ പ്രത്യക്ഷപ്പെടുമെന്ന് വരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വ്യത്യസ്തമായ സ്ഥലത്ത് മറുപടി കൊടുത്തു. അതിൽ ഒരുപാട് കാലമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മറുപടിയുടെ രൂപം ഹനീഫ് കായക്കൊടി ഒരു സ്ഥലത്ത് ഇവർക്ക് മറുപടി കൊടുത്ത ഒരു ഭാഗം, പ്രസക്തമായ ഒരു ഭാഗം നിങ്ങൾ കേൾക്കുമ്പോ ഇത് ഞങ്ങൾ ആദ്യമായി കേൾക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുവാനും, ഇത് നിങ്ങൾ സകല രംഗങ്ങളിലും സകല സ്ഥലങ്ങളിലും ഉന്നയിക്കുന്ന വാദമാണെന്നും മുജാഹിദുകളെ കളിയാക്കാൻ വേണ്ടി ആദ്യഖണ്ഡനത്തിലൊക്കെ നിങ്ങൾ ഇത് പരാമർശിക്കാറുണ്ടെന്നും പിന്നീട് കൃത്യമായ മറുപടി കിട്ടിയാൽ അതിനെപ്പറ്റി മിണ്ടാതെ പോകലുണ്ടെന്നും കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഹനീഫ് കായക്കൊടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്ത ഒരു മറുപടിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇൻഷാ അല്ലാ അതിന്റെ ചില പരാമർശങ്ങളും ഭാഗങ്ങളും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആദ്യം ഹനീഫ് കായക്കൊടി ഈ വിഷയത്തിന് കൊടുക്കുന്ന ഒരു മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കേരളത്തിൽ ജീവിച്ച പണ്ഡിതന്മാര്, ഈ സക്കാഫിമാരും അതേപോലെയുള്ള ആളുകളും തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ അംഗീകരിക്കുന്നു. സുന്നി അഫ്കാർ മാസിക പുസ്തകം 11 ലക്കം 45 ഇതിലൊരു ലേഖനം ശഅബാൻ 15 രാവും ലൈലത്തുൽ മുബാറക്കയും എന്ന ലേഖനത്തിൽ പറയുന്നു, ശഅബാൻ പകുതിയുടെ രാത്രി അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ശഅബാൻ 15 അന്ന് രാത്രി അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഇഹ്യാ ഉലൂമുദ്ദീൻ ഗസാലിയുടെ കിതാബല്ലേ, എന്താ പറയുന്നത്? 1-ാം ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരുമെന്ന് പല ഹദീസുകളും വന്നിട്ടുണ്ട്. ഇനിയും നോക്കിക്കോ, റിസാല 1990 മാർച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശഅബാൻ പാതിയുടെ രാവിൽ നിങ്ങൾ നിസ്കരിക്കുകയും പകലിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക. കാരണം പ്രദോഷം മുതൽ പ്രഭാതം വരെ അള്ളാഹു 1-ാം ആകാശത്ത് വന്ന് ഇങ്ങനെ വിളംബരം ചെയ്യും. റിസാല. ഇനിയും നോക്കിക്കോ, റിസാല തന്നെ 1996 ജനുവരി 5 ഈ രാത്രി അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ പേർക്ക് പാപമോചനം നൽകുന്നതാണ്. ഇനിയും നോക്ക്, അതേ ലേഖനം തന്നെ EK മാഹിൻ സക്കാഫി എഴുതിയ ലേഖനമാണ്. ഇന്ന് ശഅബാൻ 15-ാം രാവാണ്. ഈ രാവിൽ അള്ളാഹു അവന്റെ അടിമകളിൽ പ്രത്യക്ഷപ്പെടുകയും അനന്തരം പ്രത്യക്ഷപ്പെടുന്ന എങ്ങനെ അള്ളാഹ് ഇറങ്ങി 1-ാം ആകാശത്ത് വരുന്നല്ല, എന്താ പറഞ്ഞത്? അള്ളാഹു അവന്റെ അടിമകളിൽ പ്രത്യക്ഷപ്പെടും.
അതൊന്നും മുജാഹിദികൾ പറയുന്നില്ല. അല്ല ഇങ്ങനെ വന്നിട്ട് പ്രത്യക്ഷപ്പെടുക, ആ ജാതി വിവരക്കേടൊന്നും മുജാഹിദികൾ പറഞ്ഞിട്ടില്ല. മുജാഹിദികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇനിയോ മുഖത്തെപ്പറ്റി ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഗസാലി പറയുന്നു, അവർ അള്ളാഹുവിന്റെ തിരുമുഖം ദർശിക്കുകയും ചെയ്യും. പരലോകത്ത് അള്ളാഹുവിന്റെ മുഖം വിശ്വാസികൾ കാണും. ഇനിയോ ഈ പുസ്തകം അഖീദത്തു അഹ്ലിസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നു, KV മുഹമ്മദ് മൗലവി പന്താവൂര് പ്രവർത്തനങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും അവൻ നിർദ്ദേശിച്ചതിനെ അവൻ ഇഷ്ടപ്പെടുന്നു, അവൻ നിരോധിച്ചതിനെ അവൻ വെറുക്കുന്നു. ആദരവും മഹത്വവും അർഹിക്കുന്ന ഒരു മുഖം അവനുണ്ട്. അവന്റെ 2 കൈകൾ വിശാലമായവയാണ്. അവൻ ഉദ്ദേശിച്ച വിധം അവൻ ചെലവഴിക്കുന്നു. 2 കൈകൾ മുഖം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിന് മാത്രമേ അറിയൂ. 2 കൈയുണ്ട്, ഒരു മുഖമുണ്ട്. ഉദ്ദേശം എങ്ങനെയാ കൈ എന്നുള്ളത് നമുക്കറിയില്ല, അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഇതാണ് ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിന്റെ നിലപാട്. ഇതാണ് ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട്. ഇതാണ് ഈ വിഷയത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരുടെ നിലപാട്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ സഹോദരങ്ങളെ.